നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ബംഗാൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രശാന്തിൻ്റെ ഒരു നിരീക്ഷണം? സത്യത്തിൽ ബംഗാള് കേരളത്തിൻ്റെ മറ്റൊരു പതിപ്പാണ്. നമ്മളെ ഈ ബംഗാളിൽ കൊടിയ പട്ടിണിയും ദാരിദ്ര്യമാണ്. ബംഗാളികളെല്ലാം ഇവിടെ ജോലിക്ക് വരുന്നു, അവരിവിടുന്ന് കിട്ടുന്നത് കൊണ്ട് നാട്ടിലേക്ക് അയക്കുന്നു. ഇത് തന്നെയല്ലേ മലയാളിയുടെ അവസ്ഥ. മലയാളി ഇവിടുന്ന് ഗൾഫിലേക്ക് പോകുന്നു, അവിടെ കിടന്ന് പെടാപാട് വിടുന്നു. പാവപ്പെട്ടവൻ രാപകൽ അധ്വാനിച്ച് ചോര നീരാക്കി കാശുണ്ടാക്കി ഇങ്ങോട്ട് അയക്കുന്നു. ഇവിടെ നമ്മളത് കുറെ ചെലവാക്കുന്നു. അതിൻ്റെ ഒരു പങ്ക് ബംഗാളിക്കും കൂലി കൊടുക്കുന്നു. ഇവിടെയും കാരണം ജോലികൾ നടക്കണമല്ലോ. പക്ഷെ ബംഗാളിൽ മൊത്തത്തിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ കഴിഞ്ഞ 15 വർഷത്തെ മമതയുടെ ഭരണം ബംഗാളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു സത്യമാണ്. അതിനെ ഞാൻ തുടക്കത്തിൽ തന്നെ പറയുകയാണ്, അതിനെ BJP എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. ഞാൻ സംഘടനാപരമായ രാഷ്ട്രീയപരമായ കാര്യങ്ങളല്ല പറയുന്നത്. ബംഗാളിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ്. ഈ പറയുന്നത് പോലെ അവിടെ SIR-ഉം ഈ ഫോറിൻ ഇമിഗ്രേഷൻ ആക്റ്റും 2025 ഇത് രണ്ടും നടപ്പാക്കി കഴിഞ്ഞപ്പോൾ 91 ലക്ഷം വോട്ടുകളാണ് അസാധുവാണെന്ന് കണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ഇതൊരു വലിയ സൂചനയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബംഗാളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഉന്നത ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ബംഗാളിൽ BJPക്ക് ഭരണം കിട്ടുകയാണെങ്കിൽ അതൊരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു ഒഴുക്കാണ്, ഒരു 200 കൂടുതൽ സീറ്റ് BJPക്ക് കിട്ടാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു 120-നും 130-നും ഇടയ്ക്ക് സീറ്റുകൾ നേടിക്കൊണ്ട് BJP വീണ്ടും പ്രതിപക്ഷത്തിൽ ഇരിക്കും. അപ്പോൾ BJPക്ക് എന്തായാലും 100-ന് പുറത്തേക്ക് സീറ്റുകൾ പോകും. 77 നേരത്തെ 3 ആയിരുന്നത് 77 77-ൽ നിന്ന് 120-ഓ 125-ഓ സീറ്റുകളിലേക്ക് എത്താം. അത് തീർച്ചയായിട്ടും ഒരു വിജയം തന്നെയാണ്. അത് BJPയുടെ വളർച്ച തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ എത്രത്തോളം ഭരണവിരുദ്ധ വികാരം മുതലെടുത്തു എന്നുള്ളത്, ഭരണവിരുദ്ധ വികാരത്തെ ഈ 15 വർഷത്തെ ബംഗാൾ ജനത അനുഭവിച്ച പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, അവരുടെ കഷ്ടപ്പാടുകളെ BJPക്ക് എത്ര അഡ്രസ്സ് ചെയ്യാൻ പറ്റി, BJP അതിനെ എങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്, അതിനെന്ത് പരിഹാരമാണ് മുന്നോട്ട് വെച്ചത് തുടങ്ങിയ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിന് ശേഷം ചർച്ച ചെയ്യപ്പെടും. അത് BJP ഈ പറയുന്നത് പോലെ BJPക്ക് ഭരണം കിട്ടിയില്ല, പ്രതിപക്ഷത്താണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ BJPയെ രാഷ്ട്രീയമായും സംഘടനാപരമായും ഒക്കെ BJPക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. നരേന്ദ്രമോദി, അമിത്ഷാ തുടങ്ങിയ നേതാക്കൾക്ക് തീർച്ചയായിട്ടും അതിന് മറുപടി പറയേണ്ടി വരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമിത്ഷാ 15 ദിവസം ബംഗാളിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് 2014 മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടാതിരിക്കാനുള്ള ലക്ഷ്യം കൂടി. കാരണം മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം എന്തും ചെയ്യുന്ന ഒരു ഭരണകൂടമാണ് മമതാ ബാനർജി. അതിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പേ, അതായത് നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് BJP ഉയർത്തി കാണിച്ചതിനൊക്കെ ശേഷം അമിത്ഷാ നേരെ ഗുജറാത്തിൽ നിന്ന് UPയിലേക്ക് വന്നു. അദ്ദേഹം UPയിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തിച്ചത്. അമിത്ഷായുടെ ഈ രാഷ്ട്രീയ നീക്കം മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അത് വലിയ ഒരു കോളിളക്കമാണ്. അത് ശരിയാണ്, വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. കാരണം അദ്ദേഹത്തിന് ഒരു മണ്ഡലത്തെക്കുറിച്ച് ഈ ഉള്ളം കൈയിലെ രേഖകൾ എങ്ങനെയാണ് അതുപോലെ അറിയാമെന്നാണ് പറയുന്നത്. അത് ഈ ബംഗാളിലും അമിത്ഷായ്ക്ക് അത്തരത്തിലൊരു വലിയ സ്വാധീനമുണ്ട്, ഡാറ്റയുണ്ട് കയ്യിൽ. ഇത് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല. വർഷങ്ങൾക്ക് മുമ്പേ BJPയിൽ പ്രവർത്തിച്ചു വന്നപ്പോൾ അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി പഠിച്ചു വെച്ചിട്ടുണ്ട് കയ്യിൽ. അതിന് അദ്ദേഹത്തിന് ഒരു കമ്പ്യൂട്ടറും നോക്കണ്ട, ഒരു പേപ്പറും മറിച്ച് നോക്കണ്ട, അദ്ദേഹത്തിന്റെ തലച്ചോറിൽ അത് ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അത്രയും കഴിവുള്ള ഒരാൾ വന്ന് നിന്ന് 15 ദിവസം ക്യാമ്പ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ നയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ BJPക്ക് വലിയ വിജയമുണ്ടാകും എന്നൊരു ആത്മവിശ്വാസം BJPക്കുണ്ട്. ഇതെല്ലാം BJPയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയുടെ ഒരു പ്രവർത്തന മികവ്, കേന്ദ്ര സർക്കാരിൻ്റെ വികസന നയങ്ങൾ, ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളോട്, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന ഒരു പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം, ഇതെല്ലാം
BJPക്ക് അനുകൂലമാണ്. നുഴഞ്ഞുകയറ്റം വലിയ രീതിയിൽ തടഞ്ഞിട്ടുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം, ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം ഉണ്ടാക്കാൻ സഹായിക്കുമെന്ന് തന്നെയാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഇപ്പുറത്ത് മമതയുടെ കാര്യത്തിൽ, മമത സത്യത്തിൽ ആ മുഖ്യമന്ത്രി ഒരു എക്സെൻട്രിക്കായ അവസ്ഥയിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJP ഇല്ലാതായി പോകുന്നു. അല്ല, അവരിങ്ങനെ ശാപവാക്കുകളൊക്കെ ഉച്ചരിക്കുകയാണ്. ഇത് രാഷ്ട്രീയമല്ലേ, ജനങ്ങളല്ലേ വോട്ട് ചെയ്യുന്നത്. നമ്മൾ ജനങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ വെക്കുക, നമുക്ക് ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുക. ജനങ്ങൾ വോട്ട് ചെയ്താൽ നമ്മൾ ജയിക്കും. ഇത് അപ്പോ അങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യാതിരിക്കാൻ തക്കവണ്ണം ഈ 15 വർഷം കൊണ്ട് ബംഗാളിനെ ഭരിച്ചു മുടിപ്പിച്ചു എന്നുള്ളതല്ലേ യാഥാർത്ഥ്യബോധമല്ലേ അവരെ കൊണ്ട് ഈ ശാപവാക്കുകൾ പറയിപ്പിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 15 വർഷം കൊണ്ട് ബംഗാളിലെ ദാരിദ്ര്യം മാറിയോ? നമ്മള് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ആസാം. ഈ ആസാമിൽ നിന്നും തൊഴിലാളികൾ കേരളത്തിലേക്ക് വന്നിരുന്നു. പക്ഷെ ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന ആസാമികളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ആസാമിൽ വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നു. ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം. കേരളത്തിലെ ദേശീയപാത വികസനത്തിൽ 1 ലക്ഷം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. ഒരു ഏകദേശ കണക്കാണ്, ഞാൻ കൃത്യം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ 4/1 കൂലി കൊടുക്കുന്നതാണ്, ഏതാണ്ട് 25,000 കോടി രൂപ. ഈ 25,000 കോടി രൂപ അതിൽ ഒരു 90% വാങ്ങിക്കൊണ്ടുപോയത് ആരാ? ബംഗാളികളാണ്, അല്ലെങ്കിൽ ആസാമികളാണ്. ഈ കേരളത്തിലെ മലയാളികൾ, ഈ മലയാളി അവിടെ ഗൾഫിൽ പോയി കിടന്ന് പണിയെടുക്കുക എന്തിനാ? ഈ കേരളത്തിൽ 25,000 കോടി കിട്ടാൻ സാധ്യതയുള്ളപ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ കേരളത്തിൽ ആ ജോലി ചെയ്യാൻ മലയാളിയില്ല. പകരം നമുക്ക് ബംഗാളിയെ ആശ്രയിക്കേണ്ടി വന്നു. നേരെ മറിച്ച് ഈ ഗൾഫിൽ കിടന്ന് പെടാപ്പാടുപെടുന്ന മലയാളി ഈ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ഈ പണം നേടിയെടുത്തിരുന്നെങ്കിൽ അതുകൊണ്ട് ഭാവിയിൽ എന്തെങ്കിലും ഉപജീവന മാർഗങ്ങൾ തേടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ്. അവിടെ നിൽക്കട്ടെ, ഞാൻ ഈ ഇടയ്ക്കൊരു ഒന്നൊന്ന് വഴിമാറിപ്പോയതാണ്. ബംഗാളിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ബംഗാളിൽ ഈ പറഞ്ഞതുപോലെ ആസാമിൽ വലിയ രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനം നടക്കുന്നു. അവിടെ പുതിയ റോഡുകൾ വരുന്നു, എക്സ്പ്രസ് വേകൾ വരുന്നു, ഫ്ലൈ ഓവറുകൾ വരുന്നു. അപ്പോൾ ആസാമിക്ക് പണിയുണ്ട്. അതുകൊണ്ട് ആസാമി മറ്റെങ്ങും പോകുന്നില്ല. ബംഗാളിൽ ഇതൊക്കെ എത്ര കണ്ട് നടക്കുന്നു? കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന പണം, ആ ഫണ്ട് എത്രത്തോളം ഭംഗിയായി അവിടെ ചെലവഴിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായൊരു ഉത്തരമില്ല. മാത്രമല്ല പ്രീണനം, മുസ്ലിം പ്രീണനമായ, അതായത് ഈ വാസ്തവത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഇങ്ങനെ രാഷ്ട്രീയ നേതൃത്വങ്ങളാണ് ശത്രുക്കളാക്കുന്നതിൽ ഈ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഈ BJP എന്നൊരു ഐക്കൺ കാണിച്ച് ഭയപ്പെടുത്തി മുസ്ലിങ്ങളെ വോട്ട് ബാങ്കാക്കി മാറ്റുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദ്രസകൾക്ക് 6,000 കോടി രൂപയാണ് മമത നീക്കി വെച്ചത് കഴിഞ്ഞ ബജറ്റിൽ. ഈ 6,000 കോടി രൂപ മദ്രസ വിദ്യാഭ്യാസത്തിന്, അതായത് മതവിദ്യാഭ്യാസത്തിനാണ്. ഇതൊന്നും ഈ പോകുന്ന കുട്ടികള് നമ്മുടെ സാധാരണ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന അറിവോ പാണ്ഡിത്യമോ അല്ലെങ്കിൽ നൈപുണ്യമോ ഒന്നും അവർക്ക് കിട്ടുന്നില്ല. നമ്മളിത് നിങ്ങൾ മതവിദ്യാഭ്യാസം കൊടുത്തുകൊള്ളൂ, നമുക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് അവരെ കൊണ്ടുവരികയും അവർക്കത് നൽകുകയും ചെയ്യണം. അത് നൽകാതെ മതവിദ്യാഭ്യാസം മാത്രം നൽകുന്ന ഒരു പദ്ധതി, അത് നഗ്നമായ പ്രീണനമാണ്, ഒരു സംശയവുമില്ല. അത് ഈ ജനങ്ങളുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കാനും വിവിധ വിഭാഗങ്ങൾ തമ്മിലുള്ള വിടവ് വർദ്ധിപ്പിക്കാനേ ഉപകരിക്കുള്ളൂ. ഒരു കാരണവശാലും അത് രാജ്യത്ത് ഐക്യമുണ്ടാക്കില്ല, അഖണ്ഡത ഉണ്ടാക്കില്ല. അതിനാണ് വെള്ളവും വളവും മമത കൊടുത്തത്. അതുപോലെ അഴിമതി നോക്കുമ്പോൾ മമത ഒരു 2 മുറി കെട്ടിടത്തിൽ താമസിക്കുന്നു, സ്വയം ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നു, 2 ജോഡി വസ്ത്രമേ ഉള്ളൂ, ഇങ്ങനെയൊക്കെയാണ്. RSSന്റെ സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബിളയ്ക്കും 2 ജോഡി വസ്ത്രമേ ഉള്ളൂ. അത് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അലക്കിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, കാര്യാലയത്തിൽ വെച്ച് ഇത് കണ്ടിട്ടുള്ള ഒരു തവണ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇതൊന്നും ചർച്ചയാവില്ല. മമതയുടെ ഈ കാര്യങ്ങൾ വലിയ ചർച്ചയാവും. പക്ഷേ മമതയുടെ ശേഷാറൻ, അനന്തരവൻ അഭിഷേക് ബാനർജി വലിയ രീതിയിൽ അഴിമതി ആരോപണങ്ങളിൽ പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ പല അന്വേഷണങ്ങളും നടക്കുന്നു. CBI അന്വേഷണം ഉൾപ്പെടെ മമതാ സർക്കാരിനെതിരെ വലിയ രീതിയിൽ പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം മമതയുടെ ഈ ക്യാമ്പയിൻ, ഇവരുടെ തൃണമൂൽ കോൺഗ്രസിന്റെ
പ്രചാരണ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു PR ഏജൻസി ഉണ്ട്. ആ ഏജൻസിയിൽ ചില വിവരങ്ങൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് ചെന്ന ED ഉദ്യോഗസ്ഥരെ മമത എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് ലോകം മുഴുവൻ കണ്ടതാണ്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ വളരെ ശക്തമാണ്. ബംഗാളിലെ ജനങ്ങളും നിരക്ഷര കുക്ഷികളൊന്നുമല്ല, അവർക്കും വിവരവും ബോധവും ഒക്കെ ഉണ്ട്. ഇതൊക്കെ അവരുടെ താഴെത്തട്ടിൽ അവരുടെ അടുക്കലേക്ക് എത്തുകയാണ്. പിന്നെ ഒരു വശത്ത് ഹുമയൂൺ കബീറും ഒവൈസിയും ഇവർ രണ്ടുപേരും ഇപ്പോൾ ഇത്തിരി അകൽച്ചയിലൊക്കെ ആണെങ്കിലും നേരത്തെ ഇവർ ഒരുമിച്ചായിരുന്നു. ഇവർ ഉയർത്തുന്ന വെല്ലുവിളി ഏതാണ്ട് 35% വരുന്ന മുസ്ലിം വോട്ട് ബാങ്കിൽ അവരുണ്ടാക്കാൻ പോകുന്ന വിള്ളല്, ഇതൊക്കെ മമത അതുകൊണ്ടാണ് ഹുമയൂൺ കബീർ BJPയുടെ ഏജന്റ് ആണ്, ഒവൈസി മോദിയുടെ അമിത്ഷായുടെ ചാരനാണ് എന്നൊക്കെയാണ് മമത വിളിച്ചു കൂവിയത്. സത്യത്തിൽ മമത പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുകയാണോ എന്ന് സംശയം തോന്നുന്നു. അത് തിരിച്ചറിഞ്ഞിട്ടാണോ മമത ഇത്തരം ജൽപ്പനങ്ങൾ, ഇത്തരം കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് ആരെങ്കിലും കരുതിയാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. മമതയുടെ കിളി പോയ അവസ്ഥയാണ്. ബംഗാളിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു വല്ലാത്ത അനിശ്ചിതത്വം ബംഗാളിൽ നിൽക്കുന്നു. നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെയും ഒക്കെ പരിപാടികളിൽ വലിയ ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടം ചെറിയ ആൾക്കൂട്ടമല്ല, വലിയ ബൃഹത്തായ ജനക്കൂട്ടമാണ് വരുന്നത്. ബംഗാളിന്റെ തലവര തന്നെ മാറ്റാൻ, ബംഗാളിന്റെ തലവര മാറുമോ എന്ന ചോദ്യം വളരെ ശക്തമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മെയ് 4-ന് വോട്ടെണ്ണുമ്പോഴേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ബംഗാളിൽ തീവാർന്ന പോരാട്ടമാണ്. മമതയ്ക്ക് കടുത്ത വെല്ലുവിളി BJP ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ അവിടെ, BJP സർക്കാർ അവിടെ വരും എന്ന കടുത്ത പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. മാത്രമല്ല സുവേന്ദു അധികാരി നല്ല രാഷ്ട്രീയക്കാരനാണ്, മമതയ്ക്കൊപ്പം ഉണ്ടായിരുന്നയാളാണ്. ഇന്നിപ്പോൾ മമതയ്ക്കൊപ്പം നിൽക്കുന്ന 1 ഡസൻ നേതാക്കൾ മാറി BJPയിലേക്ക് വരാൻ തയ്യാറാണ് എന്നുള്ള രഹസ്യ റിപ്പോർട്ട് പോലും ഉണ്ട്. പല മാധ്യമ പ്രവർത്തകർക്കും ഇതറിയാം. പക്ഷെ എന്തുകൊണ്ടോ അവരിങ്ങനെ അറച്ചറച്ച് നിൽക്കുകയാണ്. ഒന്ന്, ഈ സ്ത്രീയെ ഭയങ്കര പേടിയാണ് ഇവര്. കാരണം ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുന്ന പറഞ്ഞ പോലെ മമത എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ നേതാക്കൾക്കൊരു ഭയമുണ്ട്. ജീവനിൽ കൊതിയില്ലാത്തവരുണ്ടാകില്ല. അതൊക്കെ കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു 12 പേർ, 1 ഡസൻ നേതാക്കൾ മമതയെ വിട്ട് BJPയിലേക്ക് ചേക്കേറും എന്ന ഒരു വിവരം ബംഗാളിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മെയ് 4-ന് ഫലം വരട്ടെ. ബംഗാളിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് അന്ന് അറിയാൻ കഴിയും. BJPക്ക് ഒരു ലാൻഡ് സ്ലൈഡ് വിക്ടറി ഉണ്ടാകുമോ, അതോ BJP കൂടുതൽ കരുത്തോടെ പ്രതിപക്ഷത്ത് തന്നെ തുടരുമോ എന്നൊക്കെയുള്ള സൂചന. എന്തായാലും BJPക്ക് 77-ന് താഴേക്ക് BJP പോവില്ല എന്ന് കരുതണ്ട. അതിനൊരു സാധ്യതയുമില്ല. മറിച്ച് BJP കരുത്തോടുകൂടി പ്രതിപക്ഷത്തിരിക്കുമോ, അതോ വലിയ മാർജിനിൽ വിജയിച്ച് ഭരണം പിടിക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ബംഗാളിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.